പിണറായിയുടെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത് എന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. മുഖ്യമന്ത്രിയുടെ മൗനം ഇത്തരം അക്രമങ്ങൾ ഉണ്ടാക്കുന്നത് പ്രേരണയാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സുജിത്തിനെ വീട്ടിലെത്തി കണ്ട ശേഷമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇതിന്റെ പിന്നിലുള്ളത് പോലീസ് നയത്തിന്റെ ഭാഗമാണിത്. സ്റ്റേഷനിൽ ആളുകളെ കൊണ്ടുപോവുക, അവരെ ഭീകരമായി മർദ്ദിക്കുക, അവർക്ക് ഒരു കാരണവുമില്ലാതെ പാവങ്ങളെ മർദ്ദിക്കുക, എന്നിട്ട് അവരുടെ പേരിൽ കേസെടുക്കുക, ഇതെല്ലാം പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ്. അപ്പം 4 പോലീസുകാരെ ചെയ്തത് മാത്രമല്ല ഇവിടുത്തെ കുറ്റം. ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയത്തിൻ്റെ ഇരയാണ് ഈ പാവപ്പെട്ട ഈ സുജിത്ത് എന്ന ഈ ചെറുപ്പക്കാരൻ. ഇതോടുകൂടി നീ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പാവപ്പെട്ട ഒരു മനുഷ്യനെയും ഇഞ്ചിഞ്ചായി ചതയ്ക്കുന്ന അവസരം ഉണ്ടാകരുത്. ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കണം. പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റുകയാണോ? അവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്, DGP അല്ല. ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്തം. ഈ 4 പേരെ ഉടനടി സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് നടപടി സ്വീകരിക്കണം. നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി. നടരാജ്, സംസ്ഥാന പോലീസ് നയത്തിനെതിരെയാണ് രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചത്. അദ്ദേഹം സുജിത്തിനെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് കൂടുതലായി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? നമുക്കറിയാവുന്ന പോലെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ് രമേശ് ചെന്നിത്തല. തന്റെ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത വിധം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുന്നത് പിണറായി സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയന്റെ നയമാണ് പോലീസ് നയം, അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഒരു യുവാവിനെതിരെ വ്യാജ FIR തമിച്ചുകൊണ്ട് യുവാവിനെ കസ്റ്റഡിയിൽ എടുക്കുക, കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിക്കുക, കേസ് അട്ടിമറിക്കുക, ഇതിന് പിന്നാലെ അതിന്റെ ദൃശ്യങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ നിസ്സഹകരണം ഉണ്ടാവുക, ഇതൊക്കെ തന്നെ കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും ഇപ്പോൾ ഇതാണ് സ്ഥിതി എന്ന് അദ്ദേഹം പറയുന്നു. സാധാരണക്കാരനായ ഒരാൾക്ക് പോലീസ് സ്റ്റേഷൻ ആശ്രയമായിരുന്ന കാലം മാറിക്കൊണ്ട് സാധാരണക്കാരനെ വരെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥലമായി പോലീസ് സ്റ്റേഷൻ മാറുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. എന്തായാലും വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് നടത്തി കഴിഞ്ഞു. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളായ പോലീസുകാരുടെ വീടുകളിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് മാർച്ച് നടത്തിയിട്ടുണ്ട്. മാർച്ച് വരും ദിവസങ്ങളിൽ തുടരുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം വലിയ രീതിയിൽ ഉന്നയിക്കാനും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവർ ശ്രമിക്കുന്നത്. ശരി, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്.